ഓൾസോ ലീഡ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് വെബ് ആപ്ലിക്കേഷൻ പാർട്ടും സെക്കൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ പാർട്ടാണ്. അതിൽ വെബ് ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വെബ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലീഡ് മാനേജ്മെൻറ്റിൻ്റെ ഹോം പേജിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് CRM ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ലീഡ് മാനേജ്മെൻറ്റ് കാണാൻ പറ്റും. അത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടാണുള്ളത്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾസൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബിസിനസ് പ്രൊഫൈലും പറഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബിസിനസ് പ്രൊഫൈൽ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് മൈ പ്രൊഫൈൽ. മൈ പ്രൊഫൈൽ എന്ന് വെച്ചാൽ ആരാണോ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ, അയാളുടെ ഫുൾ ഡീറ്റെയിൽസ്, അയാൾക്ക് ചേഞ്ച് പാസ്വേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അയാൾക്ക് എത്രയാണോ ടാർഗറ്റ് കൊടുത്തത്, അവരുടെ ഡെസ്റ്റിനേഷൻ എന്താണോ, അവരേത് ബ്രാഞ്ചിലാണോ യൂസ് ചെയ്യുന്നത്, അവരുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രൊഫൈലിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത പാർട്ട് പെർമിഷൻ എന്ന് പറയുന്ന പാർട്ടാണ്. ആ യൂസർക്ക് ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ പെർമിഷൻ അസൈൻ ചെയ്ത് കൊടുത്തത് ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജനറലും ലീഡ് മാനേജ്മെൻറ്റാണ് ഇത് അസൈൻ ചെയ്ത് കൊടുത്തത്. അതിൽ ജനറൽ എന്തൊക്കെയാണുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെയുള്ളത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൻ്റെ അകത്ത് മെയിൻലി പ്രിഫറൻസ്, ഇമെയിൽ, വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങളാണുള്ളത്. പ്രിഫറൻസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഉള്ളതാണ് നോട്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നോട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് നോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോട്ട്സുകൾ ഏത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഇതാണ് ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൻ്റെ അകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ന്യൂ ലീഡ്സ്, ടോട്ടൽ ലീഡ്സ്, 1 ലീഡ്സ് ഇൻട്രസ്റ്റഡ്, ടോട്ടൽ 1 ക്വാളിഫൈഡ് ആണ്. ന്യൂ ലീഡ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ന്യൂ ലീഡ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 1 ലീഡ്സ് എത്ര ചെയ്തിട്ടുണ്ട്, ഒരു ടോട്ടൽ 1 ക്വാളിഫൈഡ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ അകത്ത് ന്യൂ ലീഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന ടോട്ടൽ ന്യൂ ലീഡ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിൽ ഫോർകാസ്റ്റ് എമൗണ്ട് നമ്മളെപ്പോഴാണ് ക്രിയേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും. അതേപോലെ 1 ലീഡ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഓൺ ചെയ്ത ലീഡ്സ് ഉണ്ട് എന്നുള്ള അതിൻ്റെ എമൗണ്ടും അതെപ്പോഴാണ് കൺഫേം ചെയ്ത ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്കമിങ് മീറ്റിംഗ്സ്, നമുക്ക് ഓൾറെഡി ഏതെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ അപ്കമിങ് മീറ്റിംഗ്സ് ഫോളോ അപ്പും ഇവിടെ കാണിച്ചു തരും. അതിൻ്റെ ലിസ്റ്റ് വരും. പിന്നെ കാറ്റഗറീസ്, പ്രോഫിറ്റ്, അതേപോലെ ലീഡർ ബോർഡ്, ലീഡ് സോഴ്സ്, അതേപോലെ അറ്റൻഷൻ എന്ന് വെച്ചാൽ അറ്റൻഷൻസ് നമ്മൾ ഇതുവരെ ഒരു ക്ലയൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് മാറ്റങ്ങളൊന്നുമില്ല, അറ്റൻഷൻ വരും. പിന്നെ സെയിൽസിൻ്റെ ഒരു പൈപ്പ് ലൈന്. പിന്നെ വരുന്നത് ഫോളോപ്പും മീറ്റിങ്ങിൻ്റെയും കാർഡ്സാണ്. ഇപ്പോൾ ഇൻ പ്രോഗ്രസ്, നോട്ട് ഇൻട്രസ്റ്റഡ് അതിൻ്റെ ഒക്കെ കാർഡ്സ് നമുക്ക് താഴത്ത് കാണാൻ പറ്റും. പിന്നെ വരുന്ന നമുക്ക് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലീഡ്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. ആ ലേറ്റസ്റ്റ് ലീഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ വരുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഡാഷ്ബോർഡിലുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ലീഡ് ആഡ് ചെയ്യാൻ നോക്കുക. ക്രിയേറ്റ് ന്യൂവിൻ്റെ അകത്ത് ലീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലീഡിൻ്റെ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഫസ്റ്റ് സോഴ്സ് ഏതാണെന്നുള്ള ചൂസ് ചെയ്യണം. ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ലീഡ് വന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എക്സിസ്റ്റിംഗ് ഓർ വെബ്സൈറ്റ് ചൂസ് ചെയ്തു. അതിനുശേഷം കമ്പനീൻ്റെ പേര്, ഏത് ലീഡാണോ നമുക്ക് വന്നത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് മാനുവലി ആഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ അലി ബിൻ അലി എന്ന് അടിച്ചു. അതേപോലെ ആ ലീഡിൻ്റെ നെയിം, ആരാണോ നമുക്ക് തന്ന ആ കോൺടാക്ട് പേഴ്സൻ്റെ നെയിമാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റാം എന്ന് ടൈപ്പ് ചെയ്തു. അതേപോലെ ആ ഒരു കോൺടാക്ട് പേഴ്സൻ്റെ പൊസിഷൻ എന്താണോ നമുക്കറിയാമെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇമെയിൽ ഐ ഡി, ആ ഒരു കമ്പനിയുടെ ഇമെയിൽ ഐ ഡി, കോൺടാക്ട് പേഴ്സൻ്റെ ഇമെയിൽ ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാന്നുള്ളതാണ്. ആ ലീഡിൻ്റെ ഫോൺ നമ്പർ ഏതാണോ വന്നത് ആ ഫോൺ നമ്പർ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇത്രയും ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആഡ് മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഡ് ടൈപ്പ്, അത് കോൾഡ് ആണോ, വാം ആണോ, ഹോട്ട് ആണല്ലോ കൊടുക്കാൻ പറ്റും. അതുപോലെ പ്രോബബിലിറ്റി, എത്ര % പ്രോബബിലിറ്റി ഉള്ള ലീഡാണത്. അത്രയും കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് കാറ്റഗറി, ഏത് കാറ്റഗറി പെട്ടൊരു ലീഡാണ് അത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ മാസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൺട്രി കോഡാണ് വരുന്നത്. നമുക്ക് ഏത് കൺട്രിയിൽ നിന്നാണ് ആ ലീഡ് വന്നതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിറ്റിയാണ് വരുന്നത്. സിറ്റി എന്ന് വെച്ചാൽ ആ ഒരു സിറ്റി, അവരുടെ ലീഡ്, ആ ഒരു കസ്റ്റമർ സിറ്റി നമുക്ക് കൊടുക്കാം. അതുപോലെ ബിസിനസ് അഡ്രസ്സ് എവിടെയാണല്ലോ കൊടുക്കാം. പിന്നെ വരുന്ന ലാംഗ്വേജാണ്. നമ്മൾ ഏത് പ്രിഫേർഡ് ലാംഗ്വേജാണ് കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജ് നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ മലയാളം ചൂസ് ചെയ്തു. പിന്നെ ഫോർകാസ്റ്റിംഗ് എമൗണ്ടാണ്. നമ്മൾ എന്തെങ്കിലും എമൗണ്ട് അവരോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലീഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്, ആ ലീഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലീഡുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും സ്പെസിഫിക് ഐറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു കസ്റ്റമൈസേഷൻ കോളാണ്. നിങ്ങൾക്ക് ഏത് പേരിൽ വേണമെങ്കിലും ഈ കസ്റ്റം കോളം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ലീഡ് അസൈൻ ടു ആർക്കാണ് ലീഡ് അസൈൻ ചെയ്യുന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ലീഡ് ക്രിയേറ്റ് ആയി. ഇപ്പോൾ ആ ന്യൂ ലീഡ് നമുക്ക് വന്നിട്ടുണ്ടാവും. അലി ബിൻ അലി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലീഡ് നമുക്ക് വന്നു.
ഒക്കെ അതിൻ്റെ ഫോർകാസ്റ്റ് എമൗണ്ട് വന്നു, അത് ആർക്കാണ് അസൈൻ ചെയ്തത്, അതിൻ്റെ ടാഗ് കാര്യങ്ങളൊക്കെ വന്നു. ഒരു വ്യൂയോട് ക്ലിക്ക് ചെയ്ത് നമുക്ക് മൊത്തം ലീഡ്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ലീഡിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള കോളം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് കോളമാണോ ആവശ്യമുള്ളത് ആ കോളം മാത്രം ഓൺ ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത കോളം നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിടാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷനാണ് ഇതിൻ്റെ ഹെഡിങ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ആ ലീഡ്സിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽസ് പേജിലേക്ക് എത്തും. ആ ഡീറ്റെയിൽസ് പേജിൽ ആ ഒരു ലീഡ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ആ ലീഡിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഓപ്പൺ ആണ്. അതുപോലെ മെയിൽ, വാട്സപ്പ്, അതിൻ്റെ ഫോർകാസ്റ്റ് എമൗണ്ട്, ലാസ്റ്റ് ആക്ടിവിറ്റീസ്, ലീഡ് അസൈൻ ചെയ്തതായിരിക്കാണ്, ലീഡ് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ അടുത്തത് ഫയൽ മാനേജറാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ലീഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫയൽ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഫയൽ ഞാൻ ചൂസ് ചെയ്യുകയാണ്. സോ ഞാൻ ഈ ഫയൽ ചൂസ് ചെയ്തു, ഞാനിത് അപ്ലോഡ് ചെയ്ത് വെച്ചു. സോ അങ്ങനെ ഒരു ഫയൽ നമ്മൾ ആ ലീഡിന് വേണ്ടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നോട്ട്സാണ്. നോട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ആ ലീഡിനെ പറ്റുന്ന നോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആണ്, എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ് കസ്റ്റമർ പറയുകയാണ് കൊടുക്കുന്ന ഓപ്ഷൻ. പിന്നെ ഹിസ്റ്ററിയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലീഡിൻ്റെ ഡീറ്റെയിൽസ് പേജിലേക്ക് വരുന്നത്. സോ നമ്മൾ ബാക്ക് ടു ലീഡ് ലിസ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ സ്റ്റാറ്റസ് ഓപ്പൺ ആണ്, സ്റ്റാറ്റസ് ന്യൂ ലീഡാണ്, ടാഗ് ഓപ്പൺ ആണ്. നമ്മൾ ഡീറ്റെയിൽസ് പേജിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോളോ അപ്പ് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഡേറ്റ്, ടൈം കൊടുക്കുക, എപ്പോഴാണ് ഡേറ്റ് അവർക്ക് ഫോളോ അപ്പ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത്. ഞാൻ ഇപ്പോൾ 28 കൊടുത്തത്. ആക്ച്വലി അതൊരു 8:16 ഞാൻ കൊടുത്തു, PM കൊടുത്തു, സെറ്റ് ചെയ്ത് വെച്ചു. ഞാനിത് പ്രിഫേർഡ് മോഡ് ഏതാണെന്നുള്ള വാട്സപ്പ് ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ എനിക്കൊരു റിമൈൻഡർ വരണം എന്ന് വെച്ചാൽ 28-ാം തീയതിയാണ് കൊടുത്തത്. 8:16 കൊടുത്ത് 10 മിനിറ്റ് മുന്നേ എനിക്ക് റിമൈൻഡർ വരെയുള്ള ഓപ്ഷനാണ് കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, അത് ഫോളോ അപ്പ് ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന ടാഗിൽ എത്തിയിട്ടുണ്ടാവും. അത് ഇൻ പ്രോഗ്രസ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അപ്കമിങ് ഫോളോ അപ്പിലും ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. റെഡ് കളറിൽ കാണിക്കുന്നത് ഓൾറെഡി ടൈം കഴിഞ്ഞത് കൊണ്ടാണ്. ആക്ച്വലി ഞാൻ പ്രീവിയസ് ഡേറ്റും ടൈമാണ് കൊടുത്തത്, അതുകൊണ്ടാണ് റെഡ് കളറിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലീഡ് ലിസ്റ്റിൽ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി ടൈം ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന ബട്ടൺ വന്നിട്ടുണ്ടോ. അപ്പോൾ ആ ലീഡിൻ്റെ ഫോളോ അപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് അത് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് കൊടുക്കുക. അതിൻ്റെ പ്രോബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അതുപോലെ ലീഡ് ടൈപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. നമുക്ക് എന്താണോ കമൻസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ കസ്റ്റമർ പറഞ്ഞ കമൻസ് എന്താണോ എന്നുള്ളത് അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അപ്ലോഡ് അടിക്കുന്നു. അപ്പോൾ ഫോളോ അപ്പ് അപ്ഡേറ്റ് നമ്മൾ ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഫോളോ അപ്പ് അപ്ഡേറ്റിൻ്റെ കാർഡ് വന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണോ നമ്മൾ കമൻറ്റ് കൊടുത്തത് അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ലീഡ് ലിസ്റ്റിലേക്ക് വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ടാഗ് ഫോളോ അപ്പ് അപ്ഡേറ്റഡ് എന്നാണ് ഉണ്ടാകുക. അതേപോലെ അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴും ഇൻ പ്രോഗ്രസ് ആണ്, കാരണം അത് ഇൻ പ്രോഗ്രസ്സിലാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കസ്റ്റമറായിട്ട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് എടുക്കുക. അതിനുശേഷം 4 ഓപ്ഷനാണ് ഉള്ളത്: ഗൂഗിൾ മീറ്റ്, ഇൻ പേഴ്സൺ, സൂം, മൈക്രോസോഫ്റ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻ പേഴ്സൺ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആരൊക്കെയാണ് അറ്റൻഡീസ്, എത്ര മിനിറ്റ് മുന്നേ നമുക്ക് റിമൈൻഡർ വരണം, അവർക്ക് ആ കലണ്ടർ സെറ്റ് ചെയ്ത് അവരെ മെയിലേക്ക് പോകണം, അതിനുള്ള ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഇൻ പേഴ്സൺ ആണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് ഒഴിവാക്കി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യെസ് ഓർ നോ ഓപ്ഷൻ വന്നിട്ടുണ്ട്, കാരണം ടൈം പ്രീവിയസ് ഡേറ്റ് ആണ് കൊടുത്തത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ മീറ്റിങ്ങിലും അപ്കമിങ് മീറ്റിങ്ങിലും റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ പ്രീവിയസ് ഡേറ്റും ടൈമും കൊടുത്തതുകൊണ്ടാണ്. സോ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഡീറ്റെയിൽസ് പേജിൽ പോകുന്നു. യെസ് ക്ലിക്ക് ചെയ്ത്. നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും സാധ്യത കൊണ്ട് മീറ്റിംഗ് ക്യാൻസൽ ആയതുകൊണ്ട് നോ കൊടുക്കാൻ പറ്റും. സോ ഞാൻ അഗൈൻ വീണ്ടും ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാണ്. ഞാൻ പ്രീവിയസ് ഡേറ്റ് കൊടുത്തു, ഇൻ പേഴ്സൺ കൊടുത്തു, സെൻഡ് ഇൻവൈറ്റ് ചെയ്യാൻ ഒഴിവാക്കി സ്റ്റാർട്ട് ഇവൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ പുതിയൊരു മീറ്റിംഗ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസുകൾ വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിൻലി MOM ആണ് ഞാൻ ചെയ്യുന്നത്. MOMൻ്റെ അകത്ത് ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് ഞാൻ കൊടുത്തു. അതിനുശേഷം പ്രോബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. നമുക്ക് എന്താണോ കമൻസ് എന്നുള്ള ആ കമൻസ് നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡഡ് ആണ് ആ കാർഡിൽ വന്നത്. അതുപോലെ ടാഗും സ്റ്റാറ്റസും മാറിയിട്ടുണ്ടാവും. സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് തന്നെയാണ് ഉണ്ടാകുക, പക്ഷേ ടാഗ് മാറിയിട്ടുണ്ടാവും. മീറ്റിംഗ് അറ്റൻഡഡ് ആണ്, കാരണം ഇപ്പോഴും ഇൻ പ്രോഗ്രസ് ആണ് ലീഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്കമിങ് മീറ്റിംഗ്സിന് ആ ഒരു ഇത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഡീറ്റെയിൽസ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ഹിസ്റ്ററിൻ്റെ അത് നിങ്ങൾക്ക് എത്ര വട്ടം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ റിസൾട്ട് എന്താണ്, എത്ര വട്ടം മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബേക്കടിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽസ് പേജിലേക്ക് തന്നെ വന്നു. സോ അഗെയിൻ ഞാൻ ഒരു റിക്വസ്റ്റ് കോട്ട്, ആ കസ്റ്റമർ നമ്മളോട് കോട്ടിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു കോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. സോ ഞാൻ കോട്ടിൽ അവർ കസ്റ്റമറെ സംസാരിച്ച് ഒരു ഫോർകാസ്റ്റ് വാല്യൂ കൊടുത്തു, ഏത് മോഡിലാണ് കോട്ട് സെൻഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തു, കമൻറ്റ്സ് കൊടുത്തു, ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇവിടെ ടാഗ് ഇപ്പോൾ പ്രിപ്പയർഡ് കോട്ട് എന്നുള്ളതിൽ, പക്ഷേ അവർ ഇൻട്രസ്റ്റഡായി മാറി. കൊട്ടേഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇൻട്രസ്റ്റ് എന്ന ലെവലിലേക്ക് പോകുന്നുണ്ട്. സോ കോട്ടേഷൻ നമുക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം വന്ന് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊട്ടേഷൻ്റെ നമ്പർ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കൊട്ടേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ PDF നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോർകാസ്റ്റ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, കമൻറ്റ്സ് കൊടുക്കാം. നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊട്ടേഷൻ പോകണമെങ്കിൽ ഇവിടെ ടിക്ക് ഇട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ടിക്ക് ചെയ്തു, ഞാൻ അപ്ലോഡ് കൊടുത്തു. ഇപ്പോൾ കൊട്ടേഷൻ ഇവിടെ അപ്ലോഡായി. ആ കൊട്ടേഷൻ നമുക്കിവിടെ കാണണമെങ്കിൽ ഈ സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും കൊട്ടേഷൻ. സോ ഞാനിപ്പം കൊട്ടേഷൻ കൂടി ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ റിവേഴ്സ് കൊട്ടേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് പിന്നെ വരിക. ഹിയർ ഞാൻ ഇപ്പം അടുത്തൊരു കോൾഡ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഐ മീൻ ഞാൻ വേറെ ദിവസം ആ കസ്റ്റമർ കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താവശ്യത്തിനാണ് കോൾ ചെയ്തതെന്നുള്ള റീസൺ കൊടുക്കുക. അതുപോലെ എത്ര മിനിറ്റ് ഞാൻ സംസാരിച്ചു, എന്തായിരുന്നു ആ ഒരു സ്റ്റാറ്റസ്, അവരെടുത്തോ അല്ലെങ്കിൽ ക്യാൻസലാക്കോ, ബിസി ആയിരുന്നു, ആ കാര്യങ്ങൾ കൊടുത്ത് കോൾ ലോഗ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ എത്ര വട്ടം കസ്റ്റമറെ വിളിച്ചു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കോൾ ലോഗ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് റിവേഴ്സ് കൊട്ടേഷൻ അടിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി കൊട്ടേഷൻ കൊടുത്ത റിവേഴ്സിൽ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ട് കൊടുക്കേണ്ട ഓപ്ഷനാണത്. സോ അടുത്ത നിങ്ങൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫോളോ അപ്പ്, മീറ്റിംഗ് അങ്ങനെയൊന്നുമില്ല. ഇതിനുശേഷം ഞാൻ പ്രീസെയിലേക്ക് പോകാം. കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേഷനൊക്കെ കിട്ടിയ കസ്റ്റമർ ഇൻട്രസ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രീസെയിലേക്ക് ആ കസ്റ്റമറെ മാറ്റാം. പ്രീസെയിലിൻ്റെ ഡേറ്റും ടൈമും കൊടുക്കുക, അതുപോലെ റിമൈൻഡറും കൊടുത്തു കഴിഞ്ഞാൽ പ്രീസെയിൽ സെറ്റാവും. ഇതാണ് പ്രീസെയിലിൻ്റെ കാർഡ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. ഇന്നാണ് അതിൻ്റെ ഒരു ഡേറ്റ് ഞാൻ കൊടുത്തത്. ഇന്ന് തന്നെ കസ്റ്റമർ അപ്രൂവൽ ആവും എന്നുള്ള രീതിയിലാണ്. പ്രീസെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ക്വാളിഫൈഡ് ആയി എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാറ്റസിനകത്ത് ക്വാളിഫൈഡ് ആണ്. സോ പ്രീസെയിൽ വരുന്ന കസ്റ്റമർ 90% നമുക്ക് ഓക്കെ ആവുന്ന കസ്റ്റമർ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ആ കസ്റ്റമർ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഷോപ്പ് ഓട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൊട്ടേഷൻ ഇവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കൊട്ടേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം സെൻഡ് ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീമിൽ എല്ലാവർക്കും ആ കൊട്ടേഷൻ അപ്രൂവൽ ആയിട്ടുണ്ട്, കസ്റ്റമർ കൺഫേംഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ മെസ്സേജ് പോകും. സോ ഇപ്പോൾ സ്റ്റാറ്റസ് 1 എന്ന സ്റ്റാറ്റസിലേക്കും ടാഗ് കൺഫേംഡ് ആയി മാറിക്കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ അപ്പ് മുതൽ പ്രീസെയിൽ വരെ നമ്മൾ ഏതൊക്കെ ടൈമിലാണ് എത്തിയത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. സോ ഇനി അടുത്ത കസ്റ്റമർ എഡിറ്റ് ചെയ്യുക, ലീഡിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് ഇവിടെ കാണിച്ചത്. അതിന് മുമ്പ് അടിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ പ്രോഗ്രസ്സിലൊരു കസ്റ്റമറാണ് ടെക്നോ. അപ്പോൾ ആ കസ്റ്റമർ നമുക്ക് ലീഡ് എഡിറ്റ് ചെയ്യണം, ഐ മീൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. ഹോൾഡ് ചെയ്ത് വെക്കുന്ന വെച്ചാൽ കസ്റ്റമർ ഒരു ആഫ്റ്റർ 3 months കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹോൾഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് ഒരു 4 month കൊടുക്കാം. അത് റീസൺ എന്താണെന്നുള്ളത് കൊടുക്കാം. ചില കേസുകളൊക്കെ കസ്റ്റമർ പറയാറുണ്ടല്ലോ നമ്മളോട്, ഇപ്പം വേണ്ട ഒരു 3 month കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഹോൾഡ് സ്റ്റേജിലേക്ക് മാറ്റുന്നതാണ് ആ ഒരു കാര്യത്തിൽ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇതൊരിക്കലും നമ്മുടെ ഈ അറ്റൻഷൻ്റെ അകത്തേക്ക് വരില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി അറ്റൻഷനിൽ വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഹോൾഡായിട്ടാണ്. ഇനി ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഐ മീൻ നമുക്ക് ഇത്രയും ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ അകത്ത് ഫോളോ അപ്പ് എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, ഫോളോ അപ്പ് ഇന്നില്ല. അതേപോലെ കൊട്ടേഷൻ ഓർ മീറ്റിംഗ് അങ്ങനത്തെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കൊട്ടേഷൻ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്, കൊട്ടേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീസെയിൽ ഇപ്പോൾ ഇത്രയും പ്രീസെയിൽ നമുക്ക് ഡാറ്റ കിടക്കുന്നുണ്ട്. പ്രീസെയിലിൻ്റെ ഒക്കെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ കാറ്റഗറി ബേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെ കാറ്റഗറിയിലാണുള്ളത്. അതുപോലെ ടൈം ബേസിൽ നാളത്തെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ടുഡേ ഇന്ന് ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ദിസ് വീക്ക് ഈ വീക്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ഡ്യൂ കഴിഞ്ഞു പോയ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതുപോലെ അപ്ഡേറ്റഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ,
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ ഇൻഡിവിജ്വൽ ടീം മെമ്പർ ഒരു സെക്ഷൻ ഉണ്ട്. ടീമാകുമ്പോൾ നമുക്ക് താഴെ വരുന്ന എല്ലാവരും ടീമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ വെച്ച് നോക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഷ്നാഥനാണ് നോക്കിയത്, അപ്പോൾ റെഷ്നാൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണാമെന്നുള്ളതാണ്. ഇതേ സംഭവം തന്നെയാണ് നമുക്ക് ലിസ്റ്റിലും വരുന്നത്. ഇവിടെയും ടീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ വരുന്ന ഒരു സെയിൽസ് മാനേജർ ആണെങ്കിൽ അയാൾക്ക് താഴെ വരുന്ന എല്ലാവരുടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതല്ല ഇൻഡിവിജ്വൽ അയാളുടെ താഴെയുള്ള ഒരാളത് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് മാത്രം എടുത്തിട്ടാണ് ചെക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ മൈ ലീഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലീഡ്സ് മാത്രമാണ് വരിക. ടീംസ് ക്ലിക്ക് ചെയ്ത് എൻ്റെ അണ്ടറിലുള്ള എല്ലാവരുടെ ലീഡ്സും വരും. അതേപോലെ ഒരു പേഴ്സണൽ. പിന്നെ ഇത് കൻബാൻ ബോർഡാണ്. കൻബാൻ ബോർഡ് നമുക്ക് ഓരോന്നിൻ്റെയും ആ ഒരു സ്റ്റാറ്റസ് വെച്ച് കാണിച്ചു തരികയാണ്. ന്യൂ ലീഡിൽ എത്ര ടോട്ടലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് നോട്ടിഫിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതിൻ്റെ അത് നേരത്തെ സെയിൽ കൺഫേം ചെയ്ത നോട്ടിഫിക്കേഷനാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പോൾ മാർക്കോൾ റീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് റീഡ് ചെയ്തു എന്നുള്ള രീതിയിൽ പോയി. ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ മാർക്കറ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടോട്ടൽ ഇപ്പോൾ 370 ആണ് എക്സ്പെൻസ് വന്നത്. ഞാനിപ്പോൾ പുതിയൊരു എക്സ്പെൻസ് ആഡ് ചെയ്യുകയാണ്. ഫുഡ് എന്നുള്ളതോ അല്ലെങ്കിൽ പെട്രോൾ എന്നുള്ള എക്സ്പെൻസാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് എത്രയാണ് എമൗണ്ട് വന്നത്, അതിനെന്താണ് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ബില്ല് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് നമുക്ക് മുകളിലല്ലാതെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ളതും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എക്സ്പെൻസിൽ വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ആണ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൂടെ ഷെയർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡോക്യുമെൻറ്റ് ലൈബ്രറി ഫോട്ടോസുകളാണ്. ഇത് നമുക്കൊരു കസ്റ്റമർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. ഓക്കെ, അതിൻ്റെ 2 വ്യൂവിലും നമുക്ക് കാണാൻ പറ്റും, ലിസ്റ്റ് വ്യൂവിലും കാണാൻ പറ്റും. അടുത്ത ക്യാമ്പയിൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാമ്പയിൻസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വാട്സപ്പ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ്റഗ്രേഷനാണ് ഇത് വരുന്നത്. ഇൻ്റഗ്രേഷൻ വരുന്നത് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതേപോലെ വാട്സപ്പ് അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക്, അതുപോലത്തെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് CRM ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഭാഗങ്ങളൊക്കെയാണ് ഇൻ്റഗ്രേഷൻ്റെ പാർട്ടിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ വാട്സപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് മെറ്റ വഴി വരുന്ന ലീഡ്സുകളൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്യുക. അതുപോലെ വാട്സപ്പ് API കണക്ട് ചെയ്യുക. ഇത് ലീഡ് സോഴ്സിൻ്റെ നമ്മൾ ഡാഷ്ബോർഡിൽ 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഇത് കൺഫേംഡ് ആയിട്ടുള്ള ലീഡ് സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് സോഴ്സിൻ്റെ സമ്മറിയാണ്. നമുക്ക് ഏതൊക്കെ സോഴ്സിലൂടെ ടോട്ടൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെറ്റയിൽ എത്ര, ഡോർ ടു ഡോർ എത്ര എന്ന കാര്യങ്ങളൊക്കെ. ഇത് കമ്പാരിസൺ റേഷ്യോ ആണ്. നമുക്ക് വന്ന ആ ഒരു സോഴ്സ് ഏതൊക്കെ കമ്പാരിസണിലാണ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് ലീഡർ ബോർഡാണ്. നമുക്ക് താഴെയുള്ള ആളുകളുടെ എത്ര % വന്നിട്ടുണ്ട്. അതുപോലെ കാറ്റഗറി വൈസ് പ്രോഫിറ്റിലേക്ക് വരുന്ന ഓരോ കാറ്റഗറിൻ്റെ പ്രോഫിറ്റ് ഗ്രാഫാണ് കാണിക്കുന്നത്. അതുപോലെ കൺഫേംഡ് ആയിട്ട് നടന്ന കാറ്റഗറി, അതുപോലെ ലീഡ് വൈസ് ടൈപ്പിൻ്റെ ഗ്രാഫാണ് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. പിന്നെ ഇത് സെയിൽസ് പൈപ്പ് ലൈൻ ആണ്. നമുക്ക് ന്യൂ ലീഡ്സ് എത്ര ഉണ്ട്, ഇൻട്രസ്റ്റഡ് എത്ര ഉണ്ട്, പ്രോഗ്രസിങ് നടന്നുകൊണ്ടിരിക്കുന്ന എത്ര ഉണ്ട്, അതുപോലെ മന്ത് വൈസിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓരോ മന്തിൽ നടക്കുന്ന ലീഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മെയിൻലി നോക്കാനുള്ളത് ഇത് കണ്ടോ. ഇപ്പോൾ ഏപ്രിലിൽ 23 ലീഡ്സ് എനിക്ക് ടോട്ടൽ വന്നിട്ടുണ്ട്. ഏപ്രിൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അറ്റൻഷൻ്റെ ഭാഗത്ത് നമുക്ക് ലീഡ്സുകൾ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ പറ്റും. ഒരു പുതിയ ലീഡ് വന്നു കഴിഞ്ഞിട്ട് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് അതിനൊരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് അറ്റൻഷനിലേക്ക് വന്ന് കിടക്കും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ആ ഫോളോപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ആക്കാൻ പറ്റും. ഇനി റിപ്പോർട്ട്സിൻ്റെ ഭാഗത്തേക്കാണ് മെയിൻലി ലീഡിൻ്റെ റിപ്പോർട്ട്സാണ്. ലീഡ് റിപ്പോർട്ട്സിൻ്റെ അകത്ത് ഇതുപോലെ കാർഡ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാർഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഡേറ്റ് റേഞ്ച് കൊടുത്തോൾ ഡേറ്റ് ഞാൻ ഇന്ന കാറ്റഗറിയിൽ മാത്രം ലീഡ്സ് കിട്ടണമെന്ന് പറഞ്ഞു. അതേപോലെ ഇന്ന സോഴ്സുള്ളത് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ ഇന്ന സോഴ്സിൽ കിട്ടണം, അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലെ ഈ സോഴ്സിൽ ഈ ടൈപ്പിൽ കിട്ടണം എന്നുള്ള രീതിയിൽ കൊടുക്കും. അങ്ങനെ ഏത് രീതിയിലും, അല്ലെങ്കിൽ ഒരു കൺട്രി ബേസിൽ നമുക്ക് എടുക്കാൻ പറ്റും, ലാംഗ്വേജ് ബേസിൽ എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഏതാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ലീഡ് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ച ലീഡിനെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് രൂപത്തിൽ മേലെ കിട്ടും. പിന്നെ എപ്പോഴും ആ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലീഡിൻ്റെ ഇത് കിട്ടും. അടുത്ത സെയിൽസ് കമ്പറേറ്ററാണ്. സെയിൽസ് കമ്പറേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് താഴെയുള്ള അവരുടെയും നമ്മുടേതും കൂടിയിട്ടുള്ള ഒരു കമ്പാരിസനാണ് ഇവിടെ വരുന്നത്. ടോട്ടൽ എത്ര ലീഡ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വൺ ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ മന്ത്ലി കമ്പറേറ്റർ,
കാറ്റഗറി ബേസിൽ എത്ര വന്നിട്ടുണ്ട്, മന്ത്ലി ഡിഫറൻസ്, ഒരു മന്തിലും എൻ്റെ താഴെയുള്ള ആളുകളുമായിട്ടുള്ള ഡിഫറൻസ്, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ടാർഗറ്റ്, എനിക്ക് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് എത്രയാണ്, അതിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജാണ് വന്നത്, അതിൽ പ്രീസെയിൽ എത്ര കിടക്കുന്നുണ്ട്, എൻ്റെ ടാർഗറ്റ് റേഷ്യോ എത്രയാണ്. അത് ഗ്രീനിലാണെങ്കിൽ നമ്മൾ സേഫ് സോണാണ്, എക്സലൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ടോട്ടൽ എത്ര കൺവേർട്ട് ലീഡ്സ്, എത്ര പ്രീസെയിൽ എത്ര ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട്, ആവറേജ് ഇൻട്രസ്റ്റഡ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്. അതുപോലെ മന്ത്ലി ടാർഗറ്റ്, നമുക്ക് ഏപ്രിൽ നമ്മുടെ ടാർഗറ്റ് മന്ത്ലി അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ അറിയാൻ പറ്റും. കാറ്റഗറി കമ്പാരിസൺ, നമുക്ക് ഏത് കാറ്റഗറിയിലാണ് കൂടുതൽ വന്നത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതൊരു കമ്പാരിസനാണ്, നമുക്ക് ഏപ്രിലും മാർച്ചും ഫെബ്രുവരിയൊക്കെ കമ്പാരിസൺ ഇവിടുന്ന് ചെയ്യാൻ പറ്റും, എത്ര പെർസെൻറ്റേജ് കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെക്ക് വന്ന എക്സ്പെൻസ് അത് കാണാൻ പറ്റും. ഒരു ടോട്ടൽ നമുക്ക് വന്ന ഇൻകം മൈനസ് എക്സ്പെൻസാണ് നമ്മുടെ പ്രോഫിറ്റ് വാല്യൂ, അതും നമുക്ക് കാണിച്ചു തരും. ഇത്ര എൻ്റെ പെർഫോമൻസ്, അതിന് എൻ്റെ താഴെയുള്ള ആളുകളുടെ പെർഫോമൻസ് എനിക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ മുകളിലുള്ള ആളുകൾ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനാണ് മാനേജറെങ്കിൽ എൻ്റെ താഴെ വരുന്ന ആളുകൾ മാത്രമേ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ദിസ് മന്ത് ലാസ്റ്റ് മന്ത് ഒക്കെ പറ്റും. ഇത് റിമൂവ് ലീഡ്സ് ആണ്. നമുക്ക് ഏതെങ്കിലും കേസിലൊക്കെ ലീഡ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവിടെ വന്ന് കിടക്കും. സോ അഗെയിൻ ഞാനിപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. ഡാഷ്ബോർഡിൻ്റെ അത് നമുക്ക് ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ചാറ്റ് വിത്ത് സപ്പോർട്ട് ബോട്ട്, നമുക്ക് ബോട്ടായിട്ട് ഡീൽ ചെയ്യാം. അതുപോലെ സപ്പോർട്ട് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഞങ്ങൾക്ക് മെയിൽ വരികയാണ് ചെയ്യുക. ഞാൻ വീണ്ടും ഡാഷ്ബോർഡിൽ വന്നു. ഇതിനകത്ത് ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന സിസ്റ്റമാണിത്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി പ്രീ സെറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അഗെയിൻ അക്കൗണ്ട്സിലേക്ക് വരികയാണെങ്കിൽ നോട്ട്സ് ആണ് സെക്ഷനാണിത്. അപ്പോൾ ഈ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏഡ് ന്യൂ നോട്ട് ഓപ്ഷൻ കൊടുക്കാണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. എന്താണ് നമുക്ക് ആ നോട്ട്സിൽ വേണ്ട ടൈറ്റിൽ, അതേപോലെ നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷനും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് കളറിലാണ് ആ കാർഡിൻ്റെ നോട്ട്സ് അത് കൊടുക്കാം. അതേപോലെ തന്നെ അത് ബോൾഡാക്കാം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഈ ഒരു നോട്ട്സ് ഞാൻ മാത്രം കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ എൻ്റെ ടീം കാണണോ, അല്ലെങ്കിൽ എനിക്ക് മുകളിലുള്ളവർ കാണണോ, അല്ലെങ്കിൽ എല്ലാവരും കാണണോ, അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയും കൂടെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട്സ് ഇവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇതൊക്കെ എനിക്ക് മാത്രം കാണാനുള്ള രീതിയിലാണ് ക്രിയേറ്റ്. അത് എഡിറ്റ് ചെയ്യാനുള്ളതും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഓൾറെഡി ഉണ്ട്. ഇതാണ് നോട്ട്സിൽ വരുന്നത്. സോ ഇനി നമുക്ക് ലീഡ്സിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ലീഡ് ലിസ്റ്റിൻ്റെ അകത്താണ്. ലീഡ് ലിസ്റ്റിൻ്റെ അകത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ലീഡ് ലിസ്റ്റിനെ ഏത് രീതിയിലും ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡേറ്റ് റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് റേഞ്ചിൽ, ഇന്ന കാറ്റഗറിയിൽ, ഇന്ന സോഴ്സിൽ, ഇന്ന സ്റ്റാറ്റസിലുള്ള ക്വാളിഫൈഡിൽ എത്ര ഉണ്ട്, അതേപോലെ ഇൻ പ്രോഗ്രസ് എത്ര ഉണ്ട്, അതേപോലെ ടാക്സിലാണെങ്കിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് എത്ര ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇത് ഇൻഡിവിജ്വലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീമിൻ്റെ ബേസിൽ നമുക്ക് ചെക്ക് ചെയ്യും. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കപ്പ് എടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെക്കാൻ പറ്റും. ഇത് നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ യൂസേഴ്സിന് നമുക്ക് എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വരും. ആർക്കാണോ അയക്കേണ്ടത് അവരെ മാത്രം ചൂസ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മതി. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബിലും അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ കാണിച്ചു കൊടുക്കും. സോ അഗൈൻ ഞാൻ ലീഡ് ലിസ്റ്റിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ലീഡിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഏത് ലീഡാണോ ചൂസ് ചെയ്യുക, അതിനുശേഷം ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവരെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ലീഡ് നമ്മൾ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് അവരിലേക്ക് പോകും. അവർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്കാണ് കാണാൻ പറ്റുക. ഓക്കെ. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് എക്സൽ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം വന്നിട്ട് ഇവിടെ അപ്ലോഡ് എക്സൽ ഫയൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നേരെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബൾക്കായിട്ടുള്ള ലീഡുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ജനറലിലേക്ക് വരികയാണെങ്കിൽ ജനറൽ സെറ്റിങ്സ് ഉണ്ട്. ജനറൽ സെറ്റിങ്സിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ കൺഫേം വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, ഒരു ലീഡ് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് മൊബൈലിലേക്കാണോ വാട്സപ്പ് വരേണ്ടത് അപ്പോൾ ആ മൊബൈലിലേക്ക് ലീഡ് കൺഫേം ആയതിൻ്റെ വാട്സപ്പ് വരും. അപ്ഡേറ്റ് ആരെങ്കിലും ഫോളോ അപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ മീറ്റിംഗ് അപ്ഡേറ്റ് ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇമെയിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അലോനോ ഫോളോ അപ്പ് വെൻ സ്പെൻഡ് ചെയ്യുന്നത് പെൻഡിങ് എന്തെങ്കിലും ഫോളോ അപ്പ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഫോളോ അപ്പ് അവർക്ക് ഏഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അത് അപ്ഡേറ്റ് ചെയ്യാതെ. പിന്നെ അറ്റൻഷൻ്റെ ഡേയ്സ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 10 days ഓർ 3 days അങ്ങനെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് കസ്റ്റമൈസ്ഡ് കോളം സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചാൽ കോളം നമുക്ക് ലീഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും. സോ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ലീഡ് മാനേജ്മെൻറ്റിൽ വരുന്നത്. താങ്ക് യു.